മെറ്റ്നോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്താമണ്ഡലങ്ങളിൽ ഉള്ള കൺട്രോളിനെ കുറിച്ചും അതിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വിടുതൽ പ്രാപിക്കേണ്ടതെന്നുള്ള 3 എപ്പിസോഡോളം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു. ഇനി അതിൽ തന്നെ തുടർമാനമായിട്ട് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലുള്ള വിടുതലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മളെ ചിന്തയിൽ ഇത്രയും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, മനുഷ്യനെ നിരൂപിക്കുന്നതാണ് പലപ്പോഴും അവന് വന്നു ചേരുന്നത്. അവൻ്റെ ചിന്ത എന്താണ് എന്നനുസരിച്ച് അവൻ്റെ ക്യാരക്ടർ പോലും ചേഞ്ച് ആവുന്ന പലപ്പോഴും. ദുഷിച്ച ചിന്തകളിൽ അകപ്പെട്ടു പോയാൽ ദുഷിച്ച പ്രവണതകളിലേക്ക് മനുഷ്യനായിത്തീരുന്നു എന്ന് കാണും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്ത ഏത് രീതിയിലാണ്, ദൈവഹിതത്തിന് ഇഷ്ടപ്പെട്ടതാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 3 വലിയ പ്രവൃത്തികൾ അതിൽ കാണുന്നുണ്ട്. ഒന്ന്, ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്, ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ യേശു അവിടെ വന്നിട്ട് അവരോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവാനായിട്ട് യേശു പറഞ്ഞപ്പോഴേ ശീമോൻ പറയുകയാണ്, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വല ഇറക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേ ആ യേശു പറഞ്ഞതനുസരിച്ച് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള മീൻപിടുത്തക്കാരനായിട്ടുള്ള ശീമോൻ പെരുത്ത മീൻകൂട്ടത്തെ പിടിച്ചതായിട്ടും വല കീറാറായതായിട്ടും ഒക്കെ അവിടെ കാണുന്നുണ്ട്. അത്രയ്ക്ക് മീൻ അവർക്ക് കിട്ടി. മറ്റേ പടയിലുള്ള കൂട്ടാളികളെയൊക്കെ വിളിച്ചു വരുത്തി ആ വലയും മീനും പിടിച്ചു കയറ്റിയതുമൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരാ മീനെ തല്ല പിന്നെ നോക്കിയത്. ശ്രദ്ധിക്കുക, അവരാ മീനിൻ്റെ പിടുത്തം കണ്ടിട്ട് മീനകത്തല്ല നോക്കിയത്, എല്ലാവരെയും കൂട്ടി പിടിച്ചു കയറ്റി. എങ്കിൽ അവിടെ യാക്കോബും ശീമോൻ്റെ കൂട്ടാളികളായ യാക്കോബും യോഹന്നാനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരുടെയും കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞപ്പോഴേ അവരവിടെ പിടിച്ച മീനും അവിടെ വലയും എല്ലാം സകലതും വിട്ടു എന്നാണ് പറഞ്ഞത്. സകലതും വിട്ടു അവനെ അനുഗമിച്ചു. ജീവിതത്തിലെ ശൂന്യത വരുമ്പോൾ നിറയ്ക്കുന്നൊരു ദൈവത്തെ നമുക്കവിടെ കാണാം. നമ്മുടെ ജീവിതത്തിലെ ശൂന്യമായി ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ നിറയ്ക്കുന്നൊരു ദൈവമാണ്. എന്നാൽ ദൈവം നിറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സാധാരണ സംഭവിക്കുന്നത്, നമ്മൾ ആ നിറവിലേക്ക് നോക്കിയിരിക്കുക. ആ ദൈവം, അയ്യോ, ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു, പല രീതിയിലുള്ള നന്മകളാൽ നമ്മളെ നിറച്ചു, പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്നു. പക്ഷേ കർത്താവിനെ നോക്കുന്നതിന് പകരം, കർത്താവിലേക്ക് ആകർഷണമാകുന്നതിന് പകരം ഞാൻ ഈ ലോകത്തിലുള്ള ദൈവം തന്ന നന്മകളിലേക്ക് നോക്കിയിരുന്നാൽ അത് കുറേ കഴിയുമ്പോൾ ആ മീനങ്ങ് പോവും. പിന്നെ നീ നിന്റെ ജീവിതകാലം മുഴുവൻ പണിപ്പെട്ടാലും നിനക്ക് പിന്നെ ആ മീൻ കിട്ടത്തില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴേ ശൂന്യത മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള ശൂന്യതയും മാറേണ്ട ആവശ്യമായിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഇൻസിഡൻറ്റ് അതിൽ പറയുന്നത്. ഞാൻ ആ 3 ഇൻസിഡൻറ്റും പറഞ്ഞതിന് ശേഷം ആ ചിന്തയിലേക്ക് വരാം. രണ്ടാമത്തെ ഇൻസിഡൻറ്റ്, കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കാണാൻ വന്നു. യേശു കൈ നീട്ടി അവനെ തൊട്ടിട്ട്, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചിട്ട്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞപ്പം കുഷ്ഠം അവനെ വിട്ടുപോയതായിട്ട് കാണും. ജീവിതത്തിലെ രോഗത്തോടെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇന്നെന്നെ കേൾക്കുന്ന പലരുമുണ്ട്. കർത്താവിന് രോഗം മാറ്റാനായിട്ട് സാധ്യമാകും, നമ്മുടെ രോഗാത്മാവ് മാറണം എന്നൊരു ചിന്തയാണ് അവിടെ വരുന്നത്. മൂന്നാമത് ഒരു ഇൻസിഡൻറ്റും കൂടി അവിടെ കാണുന്നുണ്ട്. ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ
കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ പുരുഷാരം ധാരാളം ഉള്ളതുകൊണ്ട്, യേശു ഇരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് പേരുള്ളതുകൊണ്ട് അവർക്ക് അവനെ അവിടെ എത്തിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോട് യേശുവിൻ്റെ മുമ്പിൽ വെച്ചതായിട്ട് കാണും. എന്നിട്ട് അവരെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്, മനുഷ്യ, നിൻ്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കുന്ന ഒരു കാര്യം. കിടക്കയോട് ബന്ധിച്ച നിന്നെ എഴുന്നേൽപ്പിക്കണം. അത് ഈ 3 കാര്യങ്ങൾ, ഈ അത്ഭുതങ്ങൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിലൊക്കെ ഇന്ന് ശൂന്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് രോഗത്തിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അതുപോലെ തന്നെ പലരും കിടക്കയോട് ബന്ധിച്ചിരിക്കുകയാണ്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലുമൊക്കെ കിടക്കയോട് ബന്ധിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നീയും ഞാനും ഒക്കെ ഒന്ന് എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ആദ്യം അതാണ്, ദൈവത്തിന് വേണ്ടി ജീവിതം ഒന്ന് തുറന്നു കൊടുത്താൽ, അവരുടെ ബോട്ട് യേശുവിൻ്റെ വചനം പറയാനായിട്ട് ഒന്ന് തുറന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് 5-ന്റെ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ആ പടക് അല്പം അങ്ങോട്ട് നീക്കിയതിന് ശേഷം ജനത്തോട് സംസാരിക്കുന്നതായിട്ട് നമ്മളെ കാണുന്നു. അതുപോലെ തന്നെ പുരുഷാരത്തോട് സംസാരിക്കുന്ന ആ ശൂന്യത, യേശു വന്നപ്പോൾ ആ ശൂന്യതയെല്ലാം മാറി ആ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴേ, ആ ദൈവത്തിൻ്റെ വചനം, ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശു പറഞ്ഞ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മനുഷ്യൻ മാത്രമല്ല വന്നത്, ആഴക്കടലിൽ കിടന്ന മീനും കൂടി ഓടി യേശുവിൻ്റെ വചനം കേൾക്കാൻ വന്നതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് മീൻ കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ ഒരു എഴുത്തുകാരൻ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിച്ചത്? ശൂന്യത മാറ്റുന്ന ഒരു കർത്താവ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലേക്ക് നമ്മുടെ ശൂന്യത മാറിപ്പോകും. ഒരിക്കലും ഇല്ലാത്തൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വരും. വചനം പറഞ്ഞ അത്ഭുതം നടക്കും. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ച് പ്രവർത്തിക്കണം. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ചിന്തകൾ ഏത് രീതിയിലാണ് എന്ന് ഇന്ന് വിശകലനം ചെയ്യാം. നിരാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തകൾ, ശൂന്യത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തകൾ ഒക്കെ ആയിട്ട് ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ചിന്തകളെയൊക്കെ ഇന്ന് മാറ്റിക്കളയണം. സകല ബന്ധനങ്ങളെല്ലാം തന്നെ കൊണ്ടുതരുന്നത് പിശാചാണ്. ചില കേസുകളിൽ ദൈവത്തിൻ്റെ ചില കൈകളുണ്ട്. എന്നാൽ പോലും എല്ലാ ബന്ധനങ്ങളും മനുഷ്യനെ ബന്ധിക്കുന്നത് പിശാചാണ്. ദൈവം മനുഷ്യനെ ബന്ധിക്കാറില്ല. എന്നാൽ ഏതെങ്കിലും രീതിയിൽ ദൈവം ഒരു ബാലശിക്ഷ എന്നാണ് പറയുന്നത്, അത് വിശ്വാസികൾക്കുള്ളതാണ്. ബാലശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ ചെത്തി വെടിപ്പാക്കുകയാണ്. എന്തിനാണ്? അധികം ഫലം കായ്ക്കാനായിട്ട്. അതിൽ ബൈബിളിൽ പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ് ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അത് ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റാണ്. ചില സമയങ്ങൾ, ചില പരീക്ഷ, അത് നമുക്ക് തന്നെ ദൈവം തിരിച്ചറിയാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. എന്നാൽ തമ്പുരാൻ്റെ കയ്യിൽ ചിലപ്പോൾ നമ്മളെ ഒന്ന് ഉടച്ചു വാർക്കുന്ന പ്രക്രിയയായിരിക്കും. എന്നാൽ പിശാചിൻ്റെ അറ്റാക്ക് അങ്ങനെയല്ല. പിശാച് ദൈവത്തിൻ്റെ കരങ്ങളാൽ ഉടച്ചു വാർക്കുകയല്ല ചെയ്യുന്നത്. വർഷങ്ങളായിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാതെ ഇരിക്കുന്ന ചില പൈശാചിക കരങ്ങൾ, പ്രത്യേകിച്ചും മാനസിക മേഖലയിലുള്ള പ്രയാസങ്ങൾ, ശാരീരിക മേഖലയിലുള്ള പ്രയാസങ്ങൾ, സാമ്പത്തിക മേഖലയിലുള്ള പ്രയാസങ്ങൾ, ആത്മീയ മേഖലയിലുള്ള പ്രയാസങ്ങൾ, ഇതെല്ലാം പിശാച് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ചില ആളുകളുണ്ട്, മാനസിക തലം തകർന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോലും പറ്റത്തില്ല, ഇരുന്ന് ധ്യാനിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചാൽ പറയാം, ബ്രദറെ, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ ചിന്തകൾ വന്ന് കയറുകയാണ്, ആകുല ചിന്തകൾ വന്ന് കയറുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏറ്റവും ഫോർ ഫ്രണ്ടിൽ നിന്ന് ദൈവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി പോലും, അത് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്, എല്ലാ കാര്യങ്ങളിലും ദൈവവചനം ശുശ്രൂഷിക്കുകയും ഏറ്റവും ഫോർ ഫ്രണ്ടിൽ നിൽക്കുകയും ചെയ്യുന്ന വ്യക്തി പോലും പെട്ടെന്ന് തന്നെ ഒരു നിരാശയുടെ ഘട്ടത്തിലേക്ക് കയറുകയാണ്. ഇങ്ങനെ വരുന്ന മാനസിക തലം തകർന്നു പോയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിൽ കൂടി ആന്തരിക മുറിവുകൾ ഉണക്കുകയും പൈശാചിക ശക്തികൾ അവിടെ നിന്ന് ഓടിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടേക്കാണ് നേരത്തെ ഞാൻ സംസാരിച്ചാണ്,
ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ യേശു പറഞ്ഞ വാക്കാണ്. ഉപവാസത്തെക്കുറിച്ച് നേരത്തെ എപ്പിസോഡ് 2 ചെയ്തിട്ടുണ്ട്. അത് ഈ ഉപവാസവും പ്രാർത്ഥനയും അല്ലാതെ ഇതിൽ നിന്നുള്ള ഒരു വിടുതലില്ല. സങ്കീർത്തനം 57:6 എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു, അവർ എൻ്റെ മുമ്പിൽ കുഴി കുഴിച്ചു എന്നേ പറയുന്നു. ഈ മനസ്സിടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല ഈ മനസ്സിടിഞ്ഞിരുന്നാൽ. അതുകൊണ്ട് നമ്മൾ അവരോടൊക്കെ സംസാരിക്കും, ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ല, ഒരു സുഖമില്ല. ഈ മനുഷ്യൻ്റെ മനസ്സിടിയുന്നത് നെഗറ്റീവ് ചിന്തകൾ അവൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്. നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് കേട്ടാൽ അറിയാമല്ലോ, നിങ്ങൾക്ക് നല്ലൊരു ഉന്മേഷം വരും, ഒരു നല്ല ദൂത് കേട്ടാൽ ഒരു ധൈര്യം വരും. ഈ ആത്മഹത്യാ പ്രവണത പോലും മനുഷ്യനുണ്ടാകുന്നത് അവൻ്റെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തയിൽ നിന്നാണ്. ഈ ആത്മഹത്യ ചെയ്താലും സ്വർഗത്തിൽ പോകും എന്നൊക്കെയുള്ള ഒരു ബൈബിളിലൊരു വാക്യം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ആത്മഹത്യ ചെയ്തേനെ. പലപ്പോഴും പേടിച്ചാൽ ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവസാനിക്കും എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സ്, നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ, ഇടിഞ്ഞ മനസ്സ് അത് നന്നാവണമെങ്കിൽ നിങ്ങളുടെ ചിന്ത നന്നാവണം. ഒരു കൺസ്ട്രക്റ്റീവ് മൈൻഡ് വേണം. ദുഷിച്ച ചിന്തകൾ, വേണ്ടാത്ത ചിന്തകൾ മാറ്റണം. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത് എന്നൊക്കെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചിന്ത സമ്മേളിക്കുന്നത് ഹൃദയത്തിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിന്ത സമ്മേളിക്കുന്നത് ഹൃദയത്തിലാണ്. ഈ ഹൃദയത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്തില്ലെങ്കിൽ അതിൽ പിശാച് കയറും. റോങ്ങായിട്ടുള്ള ചിന്തകളെല്ലാം പിശാചിനെ കൊണ്ടുവരും. ഏത് റോങ്ങായിട്ടുള്ള ചിന്തകൾ, കാരണം അവൻ അതിൽ കൂടി കയറും. കാരണം നിങ്ങളുടെ ചിന്തകളാണല്ലോ പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് പോകുന്നത്. ഹൃദയത്തിൽ വക്രത നിരൂപിക്കുകയും ചിന്തകൾ മാറുകയും ചെയ്തിട്ട് ചില ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടും നമ്മുടെ പ്രവർത്തനവും എല്ലാം ഒരു രീതി പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഡിസ്ട്രക്റ്റീവ് രീതിയിലാവും. ഇതിനാണ് ഇഹലോകത്തിലെ ചിന്തകളെന്നും മറ്റ് വിഷയമോഹങ്ങളെന്നും ഒക്കെ നേരത്തെ നമ്മൾ സംസാരിച്ച ഇത്. അതുകൊണ്ട് ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ വന്നാൽ എന്താ സംഭവിക്കുന്നത്? അത് നിന്നിലുള്ള ഒരു പ്രോമിസ്, ഒരു വാക്തത്വം നിൻ്റെ മേലുണ്ട്, അത് ഞെരുക്കിക്കളയുകയാണ്. ദൈവത്തിൻ്റെ വചനം വെറുതെ തിരികെ വരികയില്ല. അത് ഏത് പർപ്പസിന് വേണ്ടി കൊടുത്തിരിക്കുന്നോ ആ പർപ്പസ് അത് നിറവേറ്റി അത് സാധിച്ച് അത് തിരികെ വരികയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. മർക്കോസ് 7:21 ദുർചിന്തയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇഹലോകത്തിൻ്റെ ചിന്ത. അതുപോലെ റോമർ 13:14, നിങ്ങളിതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ വായിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട് വായിക്കുന്നില്ല. ജഡത്തിൻ്റെ ചിന്തയെക്കുറിച്ച് പറയുന്നുണ്ട്. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്, റോമർ 13:14 പറയുന്നു. അതിന് ഇതൊന്നും നമുക്ക് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ദുർചിന്ത, ജഡത്തിൻ്റെ ചിന്ത, അതുപോലെ ദൈവവചനത്തിനെതിരായിട്ടുള്ള ചിന്ത, ഇതൊന്നും നമുക്ക് പാടില്ല. പിന്നെ എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ കഴിഞ്ഞ ചിന്തയുടെ എപ്പിസോഡുകളിൽ 1-2 എപ്പിസോഡിൽ പറഞ്ഞു, ഉയരത്തിലുള്ള ചിന്തിക്കണം. കൊലോസ്യർ 3-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞ ഉയരത്തിലുള്ള ചിന്തിക്കണം. അതുപോലെ തന്നെ റോമർ 8:27 പറയുന്ന ആത്മാവിൻ്റെ ചിന്തയെക്കുറിച്ച് പറയുന്നു. ഇത് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, ഞാനിത് പറയുമ്പോൾ അത് നീയും പറയണം. നിൻ്റെ മനസ്സിൽ ദുഷിച്ച ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെ റിജക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അതാണ് നമുക്ക് ആവശ്യം, അത് റിജക്റ്റ് ചെയ്യണം. സാധാരണ ഒരു രോഗവും പ്രയാസങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ അയ്യോ എൻ്റെ കാര്യമെല്ലാം തകർന്നു പോയി എന്നുള്ളതല്ല. ആ ചിന്താ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു ജയം ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വേണ്ടാത്ത ചിന്തിക്കരുത്. ഇപ്പം ഒരു ഉദാഹരണമായിട്ടൊരു അസുഖം ഉണ്ടായി, ഒരു ഡോക്ടറെ ഒരിക്കൽ പോകണം, നാളെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ സ്കാൻ ചെയ്തിട്ടില്ല, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഞാനിങ്ങ് നെഗറ്റീവായിട്ട് ചിന്തിക്കുക, എനിക്ക് സ്കാൻ ചെയ്ത് വരുമ്പം ഈ പ്രയാസം ഉണ്ടാവും, അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് വേണം, അതിന് എത്ര രൂപ ചിലവാകും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നീ എത്ര ചിന്തിച്ചാലും അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആകെ പറ്റുന്നത് രാത്രി നിൻ്റെ ഉറക്കം കളയാമെന്നല്ലാതെ വേറെ യാതൊരു കാര്യമല്ല. അതുകൊണ്ട് ചില ആളുകളുടെ അവരുടെ ചിന്ത തന്നെ അവർക്കൊരു ബന്ധനമായി തീരുക.
എന്നാൽ ആ സമയത്ത് നീ ഒന്ന് മുട്ടുമേൽ ഇതൊന്ന് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ നമുക്കറിയത്തില്ല, പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും ചിലപ്പം പിറ്റേ ദിവസം സ്കാൻ ചെയ്യുമ്പോൾ ഒന്നുമില്ല, ദൈവം അതെല്ലാം മാറ്റിക്കളയുന്നതായിട്ടാണ് കാണാം. അതുകൊണ്ട് ചിന്ത ശരിയായാൽ നിൻ്റെ ഹീലിംഗ് ശരിയാവും. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ശൂന്യത പോകുന്നത് പോലെ തന്നെ, ജീവിതത്തിൽ ശൂന്യത പോകുന്ന പോലെ തന്നെ നിൻ്റെ രോഗത്തിൽ നിന്നുള്ള വിടുതലും ചിന്തയിൽ കൂടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കുക, ഭർത്താക്കന്മാരെ പറ്റി ഇങ്ങനെ വേണ്ടാത്ത ചിന്തിച്ചിരിക്കുക, നല്ല കാര്യങ്ങളെ ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ചിന്തയുടെ പൂർണ്ണ രൂപം വരുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതിനെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ചിന്തകൾ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 3 ഇൻസിഡൻറ്റ് കോട്ട് ചെയ്താണ് പറഞ്ഞത്. ഒന്ന്, യേശു പടകിൽ കയറി, ശൂന്യത മാറി, പടക് നിറയെ മീനായി. നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അവിടെ ശൂന്യത മാറും, വേണ്ടാത്ത ചിന്തിക്കരുത്. രണ്ടാമത് പറഞ്ഞത്, കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറി, അതുപോലെ തന്നെ ആളുകൾ വിശ്വസിച്ച് ഒരു പക്ഷവാത രോഗിയെ എടുത്തു കൊണ്ടുവന്ന് കട്ടിലോടുകൂടി എടുത്തു കൊണ്ടുവന്നു. അവിടെ എല്ലാം രോഗത്തിൻ്റെ ഒരു വലിയ വിടുതൽ വന്നു. അതെല്ലാം ഒരു കാര്യം ഓർക്കുക, ഈ ചിന്താമണ്ഡലങ്ങളിൽ നമുക്ക് ജയം പ്രാപിക്കണം. പ്രത്യേകിച്ചും ആത്മീയമായിട്ടുള്ള മണ്ഡലങ്ങളിൽ നശിച്ചു പോകാതെ ബലം പ്രാപിക്കണം. അതുപോലെ നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ നമ്മൾ ബലം പ്രാപിക്കണം. ഇവിടെ എല്ലാം ചിന്തയാണ്, ചിന്താമണ്ഡലങ്ങളിൽ കൂടിയാണ് നമുക്ക് ശക്തി വരുന്നത്. നമ്മുടെ ഉള്ളിലെ ശക്തി വരുന്നത് ചിന്താമണ്ഡലങ്ങളിലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ളത് ചിന്തിക്കാതെ ഉയരത്തിലുള്ള ചിന്ത, ആത്മാവിലുള്ള ചിന്തയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വരേണ്ടത്. അതുകൊണ്ട് എന്താണ് അവിടെ വേണ്ടത്? ദൈവവചനം നിറയ്ക്കുകയും ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ വാഗൊണ്ട് ഉരുവിടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴേ നമുക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ്, ഒരു പോസിറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. എനിക്കിത് തരണം ചെയ്യാൻ പറ്റും. ഈ ചിന്ത ആണ് നമ്മളെ ഭരിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ മനസ്സ് തകർന്നിരിക്കുന്നവരായിട്ട് ഇന്ന് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആത്മാവിലുള്ള ചിന്തയായിട്ട്, ഉയരത്തിലുള്ള ചിന്ത കൊണ്ട് അവിടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വക്രത ചിന്തിക്കാതെ, ആളുകളെ കണ്ടിട്ട് അസൂയപ്പെട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആ ചിന്ത നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചിന്തയിലുള്ള ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ സമയത്ത് എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ചിന്താമണ്ഡലം സൗഖ്യമായി തീരും, അത് ശരിയാകും, അവിടെ ഒരു ഹീലിംഗ് ഉണ്ടാവും. ദൈവമായ കർത്താവെ, ഞാൻ എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇത് മുഖാന്തരം പലരും നിരാശയിലും നെടുവീർപ്പിലും കഴിയുന്നു. ചിലർക്ക് ഉറങ്ങുവാൻ പോലും കഴിയുന്നില്ല. കർത്താവെ, നല്ല ചിന്തകളെ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം മാറ്റണമേ. പല കാര്യങ്ങളും ഞങ്ങൾക്കെതിരായിട്ട് നടക്കും എന്ന് ചിന്തിച്ച് കർത്താവെ വിഷണ്ണരായിരിക്കുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീടിനെ പറ്റി, കുഞ്ഞുങ്ങളെപ്പറ്റി, ഭർത്താക്കന്മാരെ പറ്റി, ഭാവിയെ പറ്റിയൊക്കെ കർത്താവെ, ഭാര്യമാരെ പറ്റിയൊക്കെ കർത്താവെ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ അവരുടെ ഭാവി എന്താവും എന്തൊക്കെ ചിന്തിച്ച് വിഷാദിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ചിന്തകളെല്ലാം കർത്താവിലാകുവാൻ, ഉയരത്തിലുള്ളതാകുവാൻ, ആത്മാവിൻ്റെ ചിന്തകളാകുവാൻ ഞങ്ങളെ ഇടവരുത്തണം, സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവ് മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ ചില നിങ്ങൾ സംബന്ധിച്ചു, അവർക്കൊക്കെ അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത 1-ാം സൺഡേയിൽ, ഫസ്റ്റ് സൺഡേയിലാണ് നമ്മളത് പ്ലാൻ ഇടുന്നത്. നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ മൊബൈൽ നമ്പർ അയച്ചു തന്നാൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ലിങ്ക് ചെയ്യുന്നതാണ്. അതുപോലെ ഈ ദൈവവചനം, ഈ കേട്ട വചനം നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. അതെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ടേക്ക് അവേസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും.
അതുപോലെ എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.